പഴയൊരു കാര്യമാണ്. എൻ്റെ അപ്പന് പറ്റിയൊരു തെറ്റ്. അന്ന് ഞാൻ കുഞ്ഞായതുകൊണ്ട് അത് മനസ്സിലാക്കാനുള്ള പക്വത എനിക്കുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് അതൊന്ന് കൊടുക്കാൻ സാധിച്ചു. പക്ഷെ നിർബന്ധമുണ്ടായിരുന്നു, അമ്മ മരിക്കുന്നവരെ ആ സ്ത്രീയെ മകനെ കാണരുതെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അല്ല, ഇപ്പം ഇത് ആരെ എന്താണെന്നൊന്നും പപ്പയ്ക്ക് അറിയില്ലേ? ഇല്ല, അറിയില്ല. പക്ഷെ എനിക്ക് നല്ല സംശയമുണ്ട്, എൻ്റെ അതേ മുഖച്ചായുള്ള ഒരു മകൻ തന്നെ അവർക്ക് പിറന്നുള്ളത്. കാരണം എൻ്റെ അതേ മുകളിലുള്ള ആളെ പല സ്ഥലത്ത് വെച്ചും കണ്ടതായിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അയാളുടെ മകളായിരിക്കാം ഇത്. പപ്പ സോറി. സാരില്ല മോളെ, മോളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനെ ചിന്തിക്കുള്ളൂ. ഈ നിമിഷം വരെ ഞാൻ എൻ്റെ കുടുംബത്തെ പറഞ്ഞ് ഞാൻ ജീവിച്ചിട്ടില്ല. ഓ, അപ്പം അതാണല്ലേ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ. ഏടെ കിടന്ന മുടിയാ ഇപ്പൊ ഏടെ വരെ എത്തി. അപ്പം നിന്റെ അപ്പൂപ്പനൊരു അഫെയർ ഉണ്ടായിരുന്നു. ആ അഫെയറിലൊരു മകനുണ്ടായിരുന്നു. ആ മകൻ്റെ മോളെയാണ് നമ്മൾ മീരയുടെ കൂടെ കണ്ട നിന്റെ ഫേസുള്ള ആ കുട്ടി. അതെ, പപ്പ പറഞ്ഞ വെച്ച് എനിക്ക് അങ്ങനെ മനസ്സിലായത്. അപ്പൊ നീ കാര്യമില്ല അപ്പൊ പപ്പേനോട് പറഞ്ഞാ? ഇല്ല, ഈ കാര്യമൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ നമ്മൾ ആലപ്പുഴയ്ക്ക് പോയപ്പോൾ എൻ്റെ അതേ മുകളിലൊരു കുട്ടിയോട് ഉണ്ടായിരുന്നെന്നും ആ കൊച്ചാണെന്ന് തെറ്റിദ്ധരിച്ച് ചിലരെന്നോട് സംസാരിക്കാൻ വന്നെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നീ എന്തിനാ അങ്ങനെ പറയാൻ പോയേ? എന്തായാലും ആ കൊച്ച് ആലപ്പുഴക്കാരിയാണെന്ന് എനിക്ക് തോന്നണില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളവിടെ ചെന്നപ്പോൾ നിന്നെ ആരെങ്കിലും തിരിച്ചറിഞ്ഞേനെ. അതും പോട്ടെ, എൻ്റെ അമ്മയ്ക്കെങ്കിലും നിന്നെ മനസ്സിലായേനെ. അമ്മയ്ക്ക് എന്താന്ന് വെച്ചാൽ അത്യാവശ്യം അവിടെ ആൾക്കാരായിട്ട് കോണ്ടാക്ട് ഉള്ളതാ. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ഇത്രയെങ്കിലും അറിയാൻ പറ്റിയത്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ റിയൽ സിറ്റുവേഷൻ പപ്പേനോട് പറയേണ്ടി വന്നാനെ. പിന്നെ ആ കൊച്ചിപ്പോൾ ആലപ്പുഴക്കാരിയാണെന്ന് പപ്പേനോട് പറഞ്ഞാലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് ഒരു യൂസും ഇല്ല. കാര്യം പപ്പയ്ക്ക് അവരുടെ സ്ഥലം പോയിട്ട് പേര് പോലും അറിഞ്ഞൂടാ. അല്ല സാറാ, ഇപ്പോഴും നമുക്ക് കുറേ കാര്യങ്ങൾ ക്ലിയർ അല്ല. ആ കുട്ടിക്ക് എങ്ങനെ നിന്റെ ഫേസ് കട്ട് കിട്ടി എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടി. മീരയും ആ കുട്ടിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നോ, അല്ലെങ്കിൽ ആ മുടീൻ്റെ ഉടമസ്ഥ ആരാണെന്നോ, അല്ലെങ്കിൽ ഇപ്പൊ കണ്ട കുട്ടീൻ്റെ പേര് ഒരു എന്താന്നുള്ളത് പോലും നമുക്കറിയില്ല. നീ ആ വീട്ടിൽ വെച്ച് എൻ്റെ രൂപത്തിനെ കണ്ടപ്പോൾ എനിക്കുള്ളതിനേലും കൂടുതലും മുടി കണ്ടെന്നല്ലേ പറഞ്ഞത്? സാധാരണ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെയൊക്കെ രൂപങ്ങൾ കണ്ട് പേടിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒറിജിനൽ ഹെയർ അല്ലേ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോൾ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ. അപ്പം എൻ്റെ ഊഹ ശരിയാണെങ്കിൽ ഇപ്പം ഈ കണ്ടേക്കുന്ന കുട്ടിയുടെ മുടിയായിരിക്കും ആ ഹെയർ എക്സ്റ്റൻഷനിലുള്ളത്. ശരിയാ, ഇതെന്തായാലും മീരയുടെ മുടിയല്ല. ഞാനൊന്ന് പറഞ്ഞില്ലേ, എന്തായാലും ആ കുട്ടിക്ക് അത്ര ഹെയർ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ കുട്ടിയും ജീവനോടെ ഉണ്ടാവില്ല. പിന്നെ അനുഭവിച്ച ബാക്കി എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരവും നമുക്കൊരു സ്ഥലത്തുനിന്ന് കിട്ടും. എവിടുന്ന്? മീരയുടെ പാരൻസിൻ്റെ അടുത്തുനിന്ന് അല്ലേ? അപ്പൊ നമ്മളിനി മീരേന്റെ വീട്ടിലേക്കൊന്ന് പോകേണ്ടി വരും അല്ലേ?